ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലും അയ്യപ്പ സംഗമത്തിലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുറന്നടിച്ചു. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് വി.ഡി. സതീശൻ ഏറ്റെടുത്തുവെന്ന് മന്ത്രി എം.ബി. രാജേഷ് പ്രതികരിച്ചു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്നിരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, നമ്മളത് കണ്ടു ആ ദൃശ്യങ്ങൾ. അപ്പോൾ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ച അവിടെ നടത്താൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഉന്നയിക്കുന്നത് 2-3 ദിവസത്തെ ആ ക്ഷീണം തീർക്കാനാണെന്നുള്ള പരാമർശം, അതൊരു വലിയ വിമർശനമാണ്, കുറച്ചൊരു പരിഹാസവുമുണ്ടല്ലോ. സ്മിത, അതിലെ രാഷ്ട്രീയം, നാളെ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ് പമ്പയിൽ. അതിനു മുന്നോടിയായി ഈ വിഷയം ഉയർത്തി വെക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് ചർച്ച അനുവദിച്ചിരുന്നു. 2 മണിക്കൂർ വീതം ചർച്ച നടത്തിയിരുന്നു. ഇത് ഇന്നലെ രാത്രി വൈകിയാണ് പ്രതിപക്ഷം ഈ വിഷയം, അതായത് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അതിൽ കുറവ് വന്നതുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രിയാണ്. സ്വാഭാവികമായി ഇന്ന് ചർച്ച നടക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് അറിയാം. പക്ഷേ ഈ വിഷയം ഉയർത്തി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനാകുമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്പീക്കർ അത് നൽകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. കാരണം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് തന്നെ അതിൽ ചർച്ച അനുവദിക്കാനാകില്ല, അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. കോടതി പരിഗണനയിലുള്ള കേസ് സഭ മുമ്പും പരിഗണിച്ചിട്ടുണ്ട്, ഗൗരവമായ കേസാണ്. ശബരിമലയിൽ നിന്ന് 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ അടിച്ചുമാറ്റിയ വിഷയമാണ്. ഇത് സഭ ചർച്ച ചെയ്യണം. സ്പീക്കർ പൂച്ചയ്ക്ക് മണികെട്ടുന്ന സ്വഭാവമാണ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. അയ്യപ്പ ഭക്തരെ വിഷമത്തിലാക്കിയ ഈ ഗുരുതര വിഷയം ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും അതിൽ സ്പീക്കർ അനുമതി നൽകിയില്ല. തൊട്ടു പിന്നാലെ തന്നെ എം.ബി. രാജേഷ് പറഞ്ഞത് ചട്ടം അറിഞ്ഞു തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നതെന്നാണ്. കാരണം കഴിഞ്ഞ 3 ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി പരിഗണനയുള്ള, അതായത് സബ് ജുഡീഷ്യൽ പരിഗണനയുള്ളൊരു വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന ഭയം മൂലമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്നാണ് എം.ബി. രാജേഷ് ആരോപിച്ചത്. ആഗോള അയ്യപ്പ സംഘം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം തീർക്കാനാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് വിമർശിച്ചു. അതുമാത്രമല്ല, സഭയിൽ RSSന് ആളില്ലാത്തതിൻ്റെ കുറവ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എം.ബി. രാജേഷിൻ്റെ വിമർശനമായി ഉയർന്നത്. തൊട്ടു പിന്നാലെ മന്ത്രി പി രാജീവും സമാന വിമർശനം ഉയർത്തി. ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാനിടയുള്ള വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തിയാണ് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നതെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. കേരളത്തിലെ വിശ്വാസി സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെ സ്വീകരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നായിരുന്നു പി രാജീവ് പറഞ്ഞത്. മന്ത്രി വി.എൻ. വാസവനും, അതായത് ദേവസ്വം മന്ത്രിയും സമാനമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്തി. 2019 വിഷയമാണ്, കോടതി പരിഗണിക്കുന്ന വിഷയമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നതെന്ന് മന്ത്രി വിമർശിച്ചു. ഈ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച്, അടിയന്തര പ്രമേയം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തി. പുറത്തെത്തിയ പ്രതിപക്ഷ നേതാവ് വീണ്ടും രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് ഈ സർക്കാർ, അതിന് ജനങ്ങളോട് മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയ്ക്ക് പുറത്ത് വ്യക്തമാക്കി. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.